ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുക, ജിമ്മിലൊന്നും പോകുന്നില്ല എന്ന്. പക്ഷേ ഇന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ പല്ലവിയുടെ സ്റ്റുഡിയോ ഉണ്ട്, ഏരിയൽ സ്റ്റുഡിയോ. അപ്പം അവിടെ എനിക്ക് അവരെ ഒന്ന് മീറ്റ് ചെയ്യണം നാട്ടിൽ പോകുന്നതിന് മുമ്പ്. അപ്പം ഞാനവിടുത്തെ രാവിലെ തന്നെ പോയേക്കാം, അപ്പോൾ എല്ലാവരെയും കാണുകയും ചെയ്യാം, കുറച്ച് എക്സസൈസ് ചെയ്യാമെന്ന് വെച്ചാൽ ചെറുതെ ഒരു ദിവസത്തേക്ക് കേട്ടോ. ബാക്കി ഇത്രയും ദിവസം നമ്മളൊന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് ഏരിയൽ സ്റ്റുഡിയോ വരെ പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ പല്ലവിയുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ട് ഞാൻ വീഡിയോ ഇടുന്ന സമയത്തെല്ലാം ഞാൻ റെഗുലറായിട്ട് പല്ലവിയുടെ ഏരിയോ യോഗ സ്റ്റുഡിയോയിലായിരുന്നു പോകുന്നത്. ഏരിയോ എന്നാണ് കേട്ടോ പേര്, ഏരിയോ ബൈ പല്ലവി. അത് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അത് നമ്മുടെ വീടിൻ്റെ അവിടെ കുറച്ച്, അതായത് ഞാനിപ്പോൾ പോകുന്ന ജിമ്മിൽ നിന്നും അത്രയും ദൂരം പോലും പോകണ്ട, അത്രയ്ക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവളുടെ കൂടെ തന്നെയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് എയറോബിക്സും സുംബയും വെച്ചിട്ട് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. കണ്ടിന്യൂ ഞാൻ പല്ലവിയുടെ അടുത്ത് തന്നെ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ജിമ്മിലെന്നൊക്കെ പറഞ്ഞത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരേ പാറ്റേൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ബോറടിക്കില്ല. എനിക്കങ്ങനെ ബോറടിക്കുന്ന അസുഖം കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ പല്ലവിയുടെ അവിടെ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വലിഞ്ഞേറി ചെല്ലാമെന്നുള്ളൊരു ധൈര്യം കൂടി ഉണ്ട് കേട്ടോ. എപ്പോൾ എവിടെ മടുത്തോ പിന്നെ പല്ലവിയുടെ അടുത്ത് പോകാം, ആ ഒരു അധികാരത്തിലാണ് ഈ ചെല്ലുന്നത്. ആ ഒരു എന്താ പറയുന്നത്, അതൊരു എപ്പോൾ വേണമെങ്കിൽ ചേറി ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളതിൻ്റെ ഒരു അഹങ്കാരമാണ്. അല്ലെങ്കിൽ അവൾ അതിന് സ്ലോട്ട്, അതായത് ഇവിടെ 10, നമ്മുടെ ഈ ഹാമക്ക് 10 ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എല്ലാം ബുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ചെന്നാലും ഒരു ഹാമൊക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടി ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും. അതായത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ കൊടുക്കുന്നതിൻ്റെയാണ്. കാരണം ഞാനും ഷെഫാലിയും ഞങ്ങളൊക്കെ വല്ലപ്പോഴാണ് ചെല്ലുന്നത്. എന്നാൽ ഒരു ഹാമൊക്കെ അവളെപ്പോഴും ഒഴിച്ചിട്ടേക്കും, കാരണം അതിനകത്ത് എൻഗേജ് ചെയ്യിപ്പിക്കത്തില്ല ആരെയും. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും കൂടെ വരുവാണെങ്കിൽ പല്ലവി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഹാമൊക്കെ നമുക്ക് തരും. അങ്ങനെയാണ് കേട്ടോ എപ്പോഴും ചെയ്യുന്നത്. അല്ലാതെ എപ്പോഴും ഫുൾ സ്ട്രെങ്ത്തിൽ വന്ന് ബുക്കിംഗ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടി ഒരു ഹാമൊക്കെ എപ്പോഴും ഫ്രീ ആക്കി വെച്ചിരിക്കും. താങ്ക് യു പല്ലവിക്ക് മനസ്സിലാവത്തില്ല ഞാൻ എന്താ പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതല്ല, ഞാൻ ജസ്റ്റ് എക്സസൈസ് ചെയ്യുന്ന വെറുതെ വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു അപ്ഡേറ്റ് തരാനാട്ടോ. പിന്നെ നമ്മുടെ ട്രാവലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതായത് ഇന്ന് ഫ്രൈഡേ ആണ്, നമ്മൾ സൺഡേ മോർണിംഗ്, അതായത് ഏർലി മോർണിംഗ് സാറ്റർഡേ നൈറ്റ് നമ്മൾ ട്രാവൽ ചെയ്യാണ്. നമ്മൾ 2 സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതൊക്കെ പിന്നെ നമ്മുടെ വ്ളോഗിനകത്ത് പറയാം. അപ്പോൾ അപ്പോൾ ഞാൻ അതിന് മുമ്പ് പല്ലവിയും ഷെഫാലിയും എനിക്കൊന്ന് മീറ്റ് ചെയ്യണം. അതുകൊണ്ടായിട്ട് ഞാൻ ഏരിയൽ യോഗ സ്റ്റുഡിയോയിൽ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം ഷെഫാലിക്ക് വരാൻ പറ്റിയില്ല, പല്ലവി ഉള്ളായിരുന്നു. കുറച്ച് രാവിലെ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ വേറൊരു കുട്ടിയുണ്ടായിരുന്നു ശ്രേയ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ കുറച്ച് നേരം യോഗയൊക്കെ ചെയ്ത് കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ പാക്കിംഗ് ഒക്കെയും ചെയ്യുമായിരുന്നു. അപ്പം നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 15th, അതായത് 15 തൊട്ട് നമ്മുടെ ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെയാണ് നമ്മുടെ ചലഞ്ച്. അതായത് നോ എക്സസൈസ് ചലഞ്ച് അല്ല കേട്ടോ, നമ്മൾ എക്സസൈസ് ചെയ്യാതെ എങ്ങനെയൊക്കെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പം എൻ്റെ 57 ആണ് കറക്റ്റ്. 57 ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ആ ഒരു 57 എന്നുള്ള ആ വെയിറ്റ് ഞാൻ ജൂലൈ 15 വരുമ്പോഴും അറ്റ്ലീസ്റ്റ് 57 എങ്കിലും കാണണം. അതായത് എൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് കറക്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 56 ആണ്, 55.5 അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ 57 ആയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കുറയ്ക്കാനൊന്നും നിന്നില്ല, 57 തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു മാസം കൂടെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ട്രയലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ എന്നല്ല, അത് നാച്ചുറൽ ടെൻഡൻസി ആണല്ലോ. നമ്മുടെ എവിടെയും ട്രിപ്പ് പോവുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡൊക്കെ നല്ലതായിട്ട് കഴിക്കും, ഇഷ്ടമുള്ള ഫുഡ് കിട്ടും. എസ്പെഷ്യലി ഞാൻ കേരളത്തിൽ പോകുമ്പം എനിക്ക് അവിടുത്തെ ഫിഷും അവിടുത്തെ സംഗതികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒരു കൺട്രോളിൽ കഴിച്ചുകൊണ്ട് 57 മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെത്ര നടക്കുമെന്ന് അറിയത്തില്ല. ഫുഡൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുമല്ലോ, എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് മാനേജ്മെൻറ്റ് നല്ലൊരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. പിന്നെ ഇപ്പം വയസ്സാകും തോറും മെറ്റബോളിക് റേറ്റ് സ്ലോ ആയത് കാരണം അഥവാ വെയിറ്റ് കൂടിയാൽ തന്നെ അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പെടേണ്ടി വരും. പെട്ടാൽ തന്നെയും കുറേ സമയം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് എൻ്റെ ഒരു വലിയ ആവശ്യമായിട്ട് തീർന്നിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ലൂസ് ഡ്രസ്സൊക്കെയാണ് ഇപ്പോൾ ഫാഷൻ, അതുകൊണ്ട് രക്ഷപ്പെടാം. എന്നാൽ തന്നെ നമുക്ക് തന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് പിന്നെ വണ്ണം വെച്ച് കഴിയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ്. ഞാൻ ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പം ഒക്കെ എനിക്ക് ദേഷ്യം വരും. എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയാം, അങ്ങനെയൊക്കെയുള്ളൊരു ഇറിറ്റേഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം എന്തൊക്കെ
എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് സത്യസന്ധമായിട്ട് എനിക്കെങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഞാൻ കഴിക്കുന്ന ഫുഡും അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം ഈ ചെയ്യുന്ന എന്തെന്ന്, എനിക്കൊരു ടൈലറുണ്ട്, അത് വീട്ടിൽ വന്നിട്ട് അളവെടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പം പുള്ളിക്കാരി ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, കുറേ നമ്മുടെ ദുപ്പട്ടകൾ, നല്ല നല്ല ചുരിദാറിൻ്റെയൊക്കെ ദുപ്പട്ടകൾ, സാധാരണ ചുരിദാർ നമ്മുടെ ജോർജറ്റ് ഷിഫോൺ അല്ലാത്ത ദുപ്പട്ടകളില്ലേ, നല്ല ദുപ്പട്ടകൾ, സിൽക്കിൻ്റെ അല്ലെങ്കിൽ ജൂട്ട് സിൽക്ക് അങ്ങനെയൊക്കെ ദുപ്പട്ട വരുന്ന എല്ലാവരും, കോട്ടൻ്റെ ആണെങ്കിൽ പോലും എല്ലാവരും അതുകൊണ്ട് ടോപ്പ് തയ്പ്പിക്കുകയാണ്. അപ്പം ഞാൻ കുറേ പേരുടെ കണ്ടു. അപ്പം ഞാനിങ്ങനെ എൻ്റെ ടൈലറിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറയാം ചെയ്യാൻ പറ്റുമല്ലോ, കുറേ നാളെ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ കയ്യിൽ കുറേ ദുപ്പട്ട ഇരിപ്പുണ്ട്, പക്ഷേ എനിക്ക് അത്ര സമയവും ഇല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഇതൊരു ഒന്ന് വന്ന് നോക്കുക, എന്നിട്ട് 2 എണ്ണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അന്ന് 2 എണ്ണമല്ല, കുറേ ദുപ്പട്ട ഇരിപ്പുണ്ട്, 2 എണ്ണം നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ജൂട്ട് സിൽക്കിൻ്റെ ദുപ്പട്ട, മറ്റേതൊരു സിൽക്ക് തന്നെയാണ്. അങ്ങനെ 2 എണ്ണം ഞാൻ കൊടുത്തപ്പോൾ ഞാൻ ഓർത്തു, ഈ കഫ്താൻ മോഡലാണ് കേട്ടോ മിക്കവരും തയ്പ്പിക്കുന്നത്. അപ്പം കഫ്താൻ മോഡലാണെങ്കിലും എനിക്ക് 2 വശത്തും ഇങ്ങനെ ഒത്തിരി അങ്ങനത്തെ കഫ്താനല്ല, ഒരു നോർമൽ ലൂസായിട്ടുള്ളൊരു, അതായത് കൈയുടെ ഭാഗം മാത്രം ഭയങ്കര ലൂസായിട്ട്, എന്നിട്ട് താഴോട്ട് വരുമ്പോൾ കഫ്താൻ അല്ലാത്ത തരം ഒരു കുർത്തി ഇപ്പോൾ ഫാഷനാണല്ലോ, കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ അയാളെ കാണിച്ചു കൊടുക്കുന്നത്, ഈ പാറ്റേണാണ് വേണ്ടത്. അപ്പോൾ അയാൾ പറയും ഞാൻ സാധാരണ തയ്ക്കുന്ന കഫ്താനാണ്, അതായത് സൈഡിൽ കൂടെ അങ്ങ് തയ്ക്കും. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ നോക്കട്ടെ, പക്ഷേ അപ്പോൾ കൈക്ക് നീളം കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു താഴെ നിന്നുള്ള ആ ബോർഡർ എടുത്തിട്ട് പട്ടി എന്നല്ല എന്താ പറയുന്നതിന്, ഇവിടെ ഹിന്ദിയിൽ പട്ടി ലഗാന എന്ന് പറയും കേട്ടോ. നമ്മുടെ നാട്ടിലെ പട്ടിയല്ല, വേറെ ഒരു നമ്മൾ ബോർഡർ പോലെ വെക്കുന്നതിന്. അപ്പോൾ അത് വെക്കാം എന്ന് പറഞ്ഞ അയാൾ സമ്മതിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ ഫോൺ ചെയ്തായിരുന്നു, അത് ഞാൻ അത്രയും കഫ്താൻ പോലെ സഹിക്കാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ കുർത്തി സ്റ്റൈൽ. ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ തയ്ച്ച പിക്ചർ പോലെ തയ്ച്ചോണ്ട് വാ. അപ്പോൾ പറഞ്ഞു ഒരെണ്ണം ഞാൻ തയ്ച്ചോണ്ട് വരാം, എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റേത് തയ്ച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരെണ്ണം അത് കിട്ടുമ്പം അതെനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഞാൻ പോണതിന് മുമ്പ് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, സാറ്റർഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ പാക്കിംഗ് ഒന്നും ആയിട്ടില്ല, എനിക്ക് പാക്കിംഗ് ചെയ്യണം. അതായത് നമ്മൾ 2 സ്ഥലത്ത് പോകും, ആദ്യം ഒരു സ്ഥലത്ത് പോകും, അവിടെ സ്റ്റേ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് പോണത്. അപ്പോൾ അതിനൊക്കെ ഉള്ള പരിപാടി എനിക്ക് ഒട്ടും സമയമില്ലാത്തൊരു സമയം. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ അപ്ഡേറ്റ് ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ദുപ്പട്ടകളുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല നിങ്ങളൊക്കെ ചിലപ്പം തയ്ക്കുന്നുണ്ടായിരിക്കില്ല, ഞാൻ ലേറ്റായി പോയെന്നാ ഈ ടൈലർ എൻ്റെ പറഞ്ഞു കേട്ടോ. എല്ലാവരും തയ്പ്പിക്കാൻ ഒത്തിരി നാളായി, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കുറേ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് അടിപൊളിയായിട്ട് തയ്ക്കാം, നല്ല നല്ല ഷോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അതൊക്കെ നമുക്ക് തയ്ക്കാം. അപ്പം ഞാൻ പാക്കിങ്ങിന് വേണ്ടി തുണികളെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, വേഗം കാണാം. ബൈ ലക്ഷ്മി.